KCB യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിവിധതരം മീറ്ററുകളെ സംബന്ധിച്ചാണ്, അഥവാ ക്ലാസിഫിക്കേഷൻ ഓഫ് എനർജി മീറ്റേഴ്സ്. എനർജി മീറ്ററുകളെ നമുക്ക് അതിൻ്റെ നമ്പർ ഓഫ് ഫേസസിനെ ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്യാം. സിംഗിൾ ഫേസ് മീറ്റർ, 3 ഫേസ് മീറ്റർ, 3 ഫേസ് ഹോൾ കറന്റ് മീറ്റർ, 3 ഫേസ് CT മീറ്റർ, HT മീറ്റർ. അതുപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇൻഡക്ഷൻ ടൈപ്പ് മീറ്റർ അഥവാ ഫെരാരി മീറ്റർ, നാം ആദ്യകാലങ്ങളിലായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മീറ്ററാണ് ഇൻഡക്ഷൻ ടൈപ്പ് മീറ്റർ അഥവാ മെക്കാനിക്കൽ മീറ്റർ. പിന്നീട് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മാറുന്നതിനനുസരിച്ച് അത് സ്റ്റാറ്റിക് മീറ്ററായി. സ്റ്റാറ്റിക് മീറ്ററിൽ തന്നെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സെമി സ്റ്റാറ്റിക് മീറ്ററാണ്. അതായത് സ്റ്റാറ്റിക് മീറ്ററിന്റെ കൂടെ തന്നെ അതിന്റെ എനർജി കൗണ്ടിങ് മെക്കാനിസം ഒരു മെക്കാനിക്കൽ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഇലക്ട്രോസ്റ്റാറ്റിക് മെക്കാനിക്കൽ മീറ്റർ എന്ന് നമ്മൾ പറയാം. പിന്നീട് അതിൽ നിന്നും അല്പം ടെക്നോളജി ഇംപ്രൂവ് ചെയ്തപ്പോൾ സ്റ്റാറ്റിക് LCD മീറ്റർ വന്നു. CA റെഗുലേഷൻ 2006 മുതലാണ് സ്റ്റാറ്റിക് മീറ്റർ നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് സ്റ്റാറ്റിക് മീറ്ററിൽ അടുത്ത അഡ്വാൻസ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് LCD മീറ്ററാണ്. സ്റ്റാറ്റിക് LCD മീറ്ററിൽ ഫുള്ളി ഇലക്ട്രോണിക് ടൈപ്പ് മീറ്ററാണ്. പക്ഷേ അതിൽ ഡാറ്റ ഒബ്സർവ് ചെയ്യാനുള്ള പോർട്ട് ഉണ്ടായിരുന്നില്ല, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പോർട്ട് ഉണ്ടായിരുന്നില്ല. അതാണ് സ്റ്റാറ്റിക് LCD മീറ്റർ. പിന്നീട് CA റെഗുലേഷൻ 2010 നിലവിൽ വന്നപ്പോൾ ഫുള്ളി സ്റ്റാറ്റിക് മീറ്റർ വിത്ത് TOD. CA റെഗുലേഷൻ പ്രകാരം നമ്മുടെ ലേറ്റസ്റ്റ് മീറ്ററിൽ KWH നമുക്ക് റീഡ് ചെയ്യാൻ പറ്റണം. അതോടൊപ്പം തന്നെ kVH റീഡ് ചെയ്യാൻ പറ്റണം, kVA റീഡ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഡാറ്റ ഡൗൺലോഡിംഗ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, മെമ്മറി ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. അതാണ് ലേറ്റസ്റ്റ് TOD മീറ്റർ, ടൈം ഓഫ് ദ ഡേ. അതാണ് പറയാം TOD മീറ്റർ, ടൈം ഓഫ് ദ ഡേ മീറ്റർ. ഇതാണ് നമ്മുടെ മീറ്ററിന്റെ റെവല്യൂഷൻ എന്ന് പറയുന്നത്. TOD മീറ്ററിന് ശേഷം അടുത്ത റെവല്യൂഷൻ എന്ന് പറയുന്നത് പ്രീപെയ്ഡ് മീറ്ററാണ്. അതിൽ നമുക്കൊരു സിം കാർഡുകൾ ഉണ്ടാവും. അതിൽ നമുക്ക് മീറ്റർ ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. അതിലുള്ള എമൗണ്ട് അവസാനിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ പോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മീറ്റർ കട്ടാവും. അപ്പോൾ മീറ്ററിന്റെ കൂടെ ഒരു കട്ട് ഓഫ് യൂണിറ്റും കൂടി ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് സ്മാർട്ട് മീറ്ററാണ്. നമുക്ക് മീറ്റർ റീഡ് ചെയ്യുവാനും ഡാറ്റ ഡൗൺലോഡ് ചെയ്യുവാനും ബില്ല് പ്രൊഡ്യൂസ് ചെയ്യുവാനെല്ലാം റിമോട്ടലി നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അതാണ് ലേറ്റസ്റ്റ് സ്മാർട്ട് മീറ്റർ. പിന്നീട് നമുക്ക് മീറ്റർ ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ദ ലൊക്കേഷൻ. പല സ്ഥലങ്ങളിൽ നാം മീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ സാധാരണ LT 3 ഫേസ് സപ്ലൈ, സിംഗിൾ ഫേസ് സപ്ലൈ കൊടുക്കുന്ന കൺസ്യൂമർ, HT സപ്ലൈ കൊടുക്കുന്ന കൺസ്യൂമർ. അപ്പോൾ അതിന് നമുക്ക് കൺസ്യൂമർ മീറ്റർ എന്ന് പറയാം. മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് നമ്മുടെ ഓരോ സെക്ഷൻ പരിധിയിൽ 11 kV ഫീഡറിൽ നാം മീറ്റർ ഉപയോഗിക്കാറുണ്ട്. അതിനെ നമുക്ക് ഫീഡർ മീറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ ബോർഡർ മീറ്റർ എന്ന് പറയാം. അതുപോലെ സബ്സ്റ്റേഷൻ സൈഡിൽ ഫീഡറിന്റെ ഔട്ട് ഗോയിങ് സൈഡിൽ നാം മീറ്റർ ഉപയോഗിക്കാറുണ്ട്. അത് നമ്മുടെ എനർജി അക്കൗണ്ടിങ്ങിനാണ്. അതുപോലെ എനർജി ഓഡിറ്റിങ്ങിന് നമുക്ക് ഉപയോഗിക്കാം, എനർജി അക്കൗണ്ടിങ് മീറ്റർ. അതുപോലെ തന്നെ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നാം മീറ്റർ ഉപയോഗിക്കാറുണ്ട്. അതും എനർജി അക്കൗണ്ടിങ് മീറ്റേഴ്സ് ആണ്. മറ്റൊന്ന് ഇന്റർഫേസ് മീറ്റേഴ്സ് എന്ന് പറയും. രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് യൂട്ടിലിറ്റികൾ തമ്മിലുള്ള
ഫീഡറിനിടയിൽ വെക്കുന്ന മീറ്ററാണ് ഇന്റർഫേസ് മീറ്റർ. അത് ഒന്നുകിൽ ഇന്റർ സ്റ്റേറ്റ് ആവാം അല്ലെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് ആവാം. അതിന് നമുക്ക് ഇന്റർഫേസ് മീറ്റേഴ്സ് എന്ന് പറയാം. ഇതാണ് പ്രധാനമായും അതിന്റെ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ വെച്ച് നമുക്ക് മീറ്ററിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. മീറ്ററിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യം തന്നെ നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സിംഗിൾ ഫേസ് മെക്കാനിക്കൽ മീറ്ററാണ്. നമുക്ക് ഇവിടെ കാണാം, നാം ആദ്യകാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മീറ്ററാണ്. ഇതിൽ എനർജി റെക്കോർഡ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ്. ഒരു ഡിസ്ക് കാണാം. ഈ ഡിസ്ക് രണ്ട് ജ്വൽ ബിയറിംഗിനിടയിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വഴി സസ്പെൻഡ് ചെയ്തിരിക്കും. ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് റവല്യൂഷൻ അനുസരിച്ച് എനർജി റെക്കോർഡ് ചെയ്യും. അതിൽ ആ എനർജി റെക്കോർഡിങ് പല പോയിന്ററുകൾ ഉപയോഗിച്ചാണ്. ഓരോ ഡിജിറ്റിനും ഓരോ പോയിന്ററാണ്. പോയിന്റർ ടൈപ്പ് മെക്കാനിക്കൽ മീറ്റർ. ഇതിന്റെ ഡിസ്കിന്റെ റവല്യൂഷൻ എന്ന് പറയുന്നത് ഓരോ മീറ്ററുകൾക്കും ഓരോ കമ്പനിയുടെ മേക്കിനനുസരിച്ച് ഡിസ്കിന്റെ റൊട്ടേഷൻ പെർ കിലോവാട്ട് അവർ എന്ന രീതിയിലാണ് എനർജി റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. മറ്റൊരു മീറ്ററാണ് ഡിസ്ക് ടൈപ്പ് മീറ്റർ. ഇത് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മീറ്ററാണ്. ഇത് എനർജി റെക്കോർഡ് ചെയ്യുന്നത് മെക്കാനിക്കൽ കൗണ്ടറാണ്. മെക്കാനിക്കൽ കൗണ്ടർ ഓരോ ഡിജിറ്റിനനുസരിച്ച് കൗണ്ടിങ് മാറിക്കൊണ്ടിരിക്കും. ഇത് മെക്കാനിക്കൽ പോർഷനാണ്, മെക്കാനിക്കൽ കൗണ്ടർ. ഇതാണ് ഇതിന്റെ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ മീറ്ററിന്റെ റെവല്യൂഷൻ 600 റെവല്യൂഷൻ പെർ കിലോവാട്ട് അവർ ആണ്. ഒരു കിലോവാട്ട് അവർ യൂണിറ്റ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഈ ഡിസ്ക് 600 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തിരിക്കണം. അപ്പോഴാണ് ഒരു യൂണിറ്റ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. മെക്കാനിക്കൽ കൗണ്ടറിൽ 1 എന്ന ഡിജിറ്റ് ഇതിൽ രേഖപ്പെടുത്തും. ഇതാണ് ഇൻഡക്ഷൻ ടൈപ്പ് അല്ലെങ്കിൽ ഫെരാരി മീറ്റർ എന്ന് പറയുന്നത്. ഈ മീറ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ് ഈ മീറ്റർ വർക്ക് ചെയ്യുന്നത്. ഒരു വോൾട്ടേജ് കോയിൽ ഉണ്ടാവും, അതുപോലെ കറണ്ട് കോയിൽ ഉണ്ടാവും. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മൂവ് ചെയ്യുന്ന ഡിസ്കിന്റെ റൊട്ടേഷൻ സ്പീഡ് കൂടും. അതനുസരിച്ച് എനർജി റെക്കോർഡിംഗ് വരുന്നതായിരിക്കും. ഇതിന്റെ പ്രധാന പോരായ്മകൾ എന്ന് പറയുന്നത്, നമുക്കറിയാം ഇത് ഫുള്ളി മെക്കാനിക്കൽ സിസ്റ്റമാണ്. അതുപോലെ തന്നെ തേയ്മാനങ്ങൾ സംഭവിക്കാം. അതുപോലെ തന്നെ ഇതിന്റെ പൊസിഷൻ എറർ, അതായത് ഈ മീറ്റർ നാം ഒരു 30 ഡിഗ്രി ആംഗിളിലാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഒരു 70% വരെ എറർ വരാവുന്നതാണ്. എനർജി റെക്കോർഡിങ്ങിൽ എറർ വരാവുന്നതാണ്. മറ്റൊരു പോരായ്മ, ഈ മീറ്റർ പല വിധത്തിൽ നമുക്ക് ടാമ്പർ ചെയ്യാം. ഇതിന്റെ കവർ ഓപ്പൺ ചെയ്ത് ഡിസ്കിന്റെ റൊട്ടേഷൻ സ്പീഡ് കുറക്കാം, ഡിസ്കിന്റെ റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യിക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഇതിന്റെ ടോപ്പ് കവർ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റാവുന്നതാണ്. സീൽ ബ്രേക്ക് ചെയ്താൽ, ആദ്യകാലത്ത് നാം ലെഡ് സീലാണ് ഉപയോഗിച്ചത്, ആ സീൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ടോപ്പ് കവർ ഇളക്കിയെടുക്കാവുന്നതാണ്. മറ്റൊന്ന്, എന്തെങ്കിലും വളരെ മൈന്യൂട്ട് പാർട്ട്, ചെറിയ എക്സ്റേ ഫിലിം പോലുള്ള സാധനങ്ങൾ കടത്തി വിട്ടുകൊണ്ട് ഈ ഡിസ്കിന്റെ റൊട്ടേഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യിക്കാവുന്നതാണ്. അങ്ങനെ പലതരത്തിൽ ഇതിന്റെ ഫംഗ്ഷനെ ബാധിക്കുന്ന തരത്തിൽ ടാമ്പർ ചെയ്യാനുള്ള മാർഗം ഈ മെക്കാനിക്കൽ മീറ്ററിലുണ്ട്. അത് നമ്മെ സംബന്ധിച്ചോളം, ഒരു എനർജി യൂട്ടിലിറ്റിയെ സംബന്ധിച്ചോളം റവന്യൂ ലോസ് ഉണ്ടാക്കുന്നതാണ്. മറ്റൊരു ടാമ്പറിംഗ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ടാമ്പറാണ്. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് ഇതിന്റെ റൊട്ടേഷൻ സ്പീഡ് നമുക്ക് സ്ലോ ചെയ്യിക്കാൻ പറ്റും, അതുപോലെ തന്നെ സ്റ്റക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് വളരെയധികം ബാധിക്കുന്നതാണ്. മറ്റൊന്ന്, ഈ മീറ്ററിനെ നമുക്ക് എളുപ്പത്തിൽ വയർ, ഔട്ട് ഗോയിങ് വയറോ അല്ലെങ്കിൽ ഇൻകമിങ് വയറോ ഒക്കെ പരസ്പരം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ, ടെർമിനൽ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ മീറ്ററിനെ റിവേഴ്സ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കാം. മീറ്ററിൽ ഡിസ്ക് റിവേഴ്സ്, ചില മീറ്ററിൽ റിവേഴ്സ് റൊട്ടേഷൻ ഉണ്ടാവും, ചില മീറ്ററിൽ
റിവേഴ്സ് റൊട്ടേഷൻ ഉണ്ടാവില്ല, അതിലൊരു സ്റ്റോപ്പർ ഉണ്ടാവും. പക്ഷേ ചില മീറ്ററിൽ സ്റ്റോപ്പർ ഉണ്ടാവില്ല. അപ്പോൾ മീറ്റർ ഡിസ്ക് റിവേഴ്സായി റൊട്ടേറ്റ് ചെയ്ത് എനർജി റെക്കോർഡിങ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന രൂപത്തിലേക്ക് മീറ്ററിനെ മാറ്റിയെടുക്കാം. അങ്ങനെ പലതരത്തിൽ മെക്കാനിക്കൽ മീറ്ററിനെ ടാമ്പറിങ് ചെയ്യാവുന്നതാണ്. അത്തരം സിറ്റുവേഷനിലാണ് ഈ മെക്കാനിക്കൽ മീറ്ററിൽ നിന്ന് നാം അടുത്ത ഇംപ്രൂവ്മെന്റ് ആയിട്ടുള്ള ആക്യുറസി കൂടുന്ന തരത്തിലുള്ള സ്റ്റാറ്റിക് മീറ്ററിലേക്ക് വന്നത്. റെഗുലേഷൻ 2006 പ്രകാരം നാം സ്റ്റാറ്റിക് മീറ്റർ ഉപയോഗിച്ചു തുടങ്ങി. സ്റ്റാറ്റിക് മീറ്റർ മൈക്രോ പ്രോസസർ ബേസ്ഡ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് മീറ്റർ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇതിന്റെ ക്ലാസ് എന്ന് പറയുന്നത് 1 ആണ്. പക്ഷേ ഇത് സ്റ്റാറ്റിക് മീറ്റർ ആണ്. പക്ഷേ അതിൽ എനർജി റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ഒരു മെക്കാനിക്കൽ സിസ്റ്റമാണ്, മെക്കാനിക്കൽ കൗണ്ടറാണ്. അതുകൊണ്ട് ഇതിനെ ഫുള്ളി ഇലക്ട്രോണിക് മീറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ മെക്കാനിക്കൽ കൗണ്ടർ ഉള്ളത് കൊണ്ട് തന്നെ അവിടെയും ഒരു എനർജി റെക്കോർഡിങ്ങിൽ എറർ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഇതിൽ ഡിസ്ക് റൊട്ടേഷൻ, മെക്കാനിക്കൽ മീറ്ററിൽ ഡിസ്ക് റൊട്ടേഷന് പകരം ഓരോ പൾസസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന്റെ മീറ്ററിന്റെ പൾസ് നമുക്കിവിടെ LED പൾസ് ഇൻഡിക്കേഷൻ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ടാമ്പറിംഗ് ഇൻഡിക്കേഷൻ, മീറ്റർ റിവേഴ്സ് ചെയ്താൽ റിവേഴ്സ് ഇൻഡിക്കേഷൻ നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ മീറ്റർ സർക്യൂട്ട് ഇൻകമിംഗ് സൈഡോ ഔട്ട്ഗോയിങ് സൈഡോ എർത്ത് ആയിട്ടുണ്ടെങ്കിൽ എർത്തിങ് ഇൻഡിക്കേഷൻ ഒരു LED ഉണ്ട്, എർത്ത് ഇൻഡിക്കേഷൻ LED ഉണ്ട്. അപ്പോൾ നമുക്ക് മീറ്ററിൽ നിന്ന് തന്നെ ഇത്തരം ടാമ്പറിംഗ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ നമ്മുടെ പഴയ മെക്കാനിക്കൽ ടൈപ്പ് ഇൻഡക്ഷൻ ടൈപ്പ് മീറ്ററിലാണെങ്കിൽ യാതൊരുവിധ ടാമ്പറിംഗ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് LCD മീറ്റർ ആണ്. ഇത് നമ്മുടെ സെമി സ്റ്റാറ്റിക് മീറ്റർ പോലെ തന്നെ, പക്ഷേ ഇവിടെ മെക്കാനിക്കൽ കൗണ്ടർ പൂർണ്ണമായും മാറ്റി LCD ഡിസ്പ്ലേ നാം ഡെവലപ്പ് ചെയ്തു. അങ്ങനെയാണ് സ്റ്റാറ്റിക് LCD മീറ്റർ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഡാറ്റ ഡൗൺലോഡ് ചെയ്യുവാനുള്ള കമ്മ്യൂണിക്കേഷൻ പോർട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്റ്റാറ്റിക് LCD മീറ്റർ എന്ന് പറയുന്നത്. വിത്തൗട്ട് ഡാറ്റ ഡൗൺലോഡിംഗ് ഫെസിലിറ്റി, ഡാറ്റ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയില്ല. അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് TOD മീറ്റർ ആണ്, ടൈം ഓഫ് ദ ഡേ മീറ്റർ. റെഗുലേഷൻ 2010 പ്രകാരം TOD മീറ്റർ നാം ഉപയോഗിച്ചു വരുന്നു. TOD മീറ്ററിൽ ട്രൈ വെക്ടർ മെത്തേഡിലാണ് എനർജി റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അതായത് കിലോ വാട്ട് ആക്റ്റീവ് പവർ മെഷർ ചെയ്യാം, റിയാക്റ്റീവ് പവർ മെഷർ ചെയ്യാം, അപ്പാരന്റ് പവർ മെഷർ ചെയ്യാം. അതുപോലെ തന്നെ ഡാറ്റ ഡൗൺലോഡ് ചെയ്യാം. ഡാറ്റ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഒരു സെൻസർ പോർഷൻ ഉണ്ട്. ഇത് ഓൾറെഡി നാം പോളികാർബണേറ്റ് സീൽ ഉപയോഗിച്ച് സീൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ക്ലാസ് എന്ന് പറയുന്നത് 1 ആണ്. സ്പെസിഫിക്കേഷൻ പറയുന്നത് കറണ്ട് 530 ആംപിയർ ആണ്. ബേസ് കറണ്ട് എന്ന് പറയുന്നത് 5 ആംപിയർ ആണ്. മാക്സിമം കറണ്ട് 30 ആംപിയർ. സിംഗിൾ ഫേസ് TOD മീറ്റർ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഇമ്പൾസ്, അതായത് മീറ്റർ കോൺസ്റ്റന്റ്, MC മീറ്റർ കോൺസ്റ്റന്റ് 3200 പൾസ് പെർ കിലോ വാട്ട് അവർ. 3200 പൾസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് എനർജി റെക്കോർഡ് ചെയ്യപ്പെടും. എനർജി റെക്കോർഡിംഗ് രജിസ്റ്റർ ആണ്. എല്ലാം മൈക്രോ പ്രോസസ്ഡ് ബേസ്ഡ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഡിസ്പ്ലേ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫുള്ളി ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. മീറ്ററിനകത്ത് മെമ്മറി ഫെസിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മെമ്മറി ബാറ്ററി ഉണ്ട്. അതിന് 10 വർഷത്തോളം ലൈഫുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേ ലഭ്യമാകാൻ മീറ്ററിൽ സപ്ലൈ ഇല്ലാത്ത സമയത്ത് ഡിസ്പ്ലേ ലഭ്യമാകുന്നതിന് വേണ്ടി ഒരു ഡിസ്പ്ലേ ബാറ്ററി ഉണ്ട്. അതിന് മാക്സിമം 5 ഇയേഴ്സ് ലൈഫുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് TOD മീറ്ററിൽ ഓൾറെഡി ടൈം, ഡേറ്റ് കാര്യങ്ങൾ 15 വർഷത്തെ പീരീഡ് വരെ
ഓൾറെഡി പ്രോഗ്രാം ചെയ്തിരിക്കും. അപ്പോൾ ഏത് സമയത്തും പല ടാമ്പറിംഗ് ആയാലും നമുക്ക് മീറ്റർ റീഡിംഗ് ചെയ്യുമ്പോഴും ആ സമയം കൃത്യമായ സമയം, ഡേറ്റ്, വർഷം എല്ലാം നമുക്ക് ഡിസ്പ്ലേ വഴി കാണാവുന്നതാണ്. ക്ലാസ് 1 ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റാർട്ടിംഗ് കറന്റ് എന്ന് പറയുന്നത് 0.2% ഓഫ് ബേസിക് കറന്റ്. അതായത് ബേസിക് കറന്റ് നമുക്കറിയാം 5 ആംപിയർ ആണ്. 0.2% ഓഫ് ബേസിക് കറന്റ് എന്ന് പറഞ്ഞാൽ 20 മില്ലി ആംപിയറിലാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് കറന്റ്. അതായത് വളരെ ചെറിയ ലോഡിൽ തന്നെ മീറ്റർ വർക്ക് ചെയ്യുന്നതായിരിക്കും. എന്നാൽ നമ്മുടെ പഴയകാലത്തെ മെക്കാനിക്കൽ മീറ്റർ ഏകദേശം 750 മില്ലി ആംപിയർ ലോഡ് ഉണ്ടെങ്കിൽ മാത്രമേ മീറ്ററിന്റെ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ പഴയ മെക്കാനിക്കൽ മീറ്റർ അതിന്റെ ഇന്റേണൽ പവർ, മീറ്റർ റൺ ചെയ്യുന്നതിന് ആവശ്യമായ ഇന്റേണൽ പവർ അതിന് കൂടുതലാണ്. പക്ഷേ നമ്മുടെ TOD മീറ്റർ ഏകദേശം 4 വാട്ട്സ് മാത്രമേ ഇന്റേണൽ വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. അതിന്റെ കറണ്ട് കോയിൽ അതുപോലെ വോൾട്ടേജ് കോയിലിന് ആവശ്യമായ പവർ എന്ന് പറയുന്നത് കേവലം 4 വാട്ട്സ് ആണ്. 2.3 വാട്ട്സ് ലോഡ് ചെയ്യുമ്പോൾ തന്നെ മീറ്റർ വർക്ക് ചെയ്യുന്നതാണ്. 3 ഫേസ് ആണെങ്കിൽ 4.6 മില്ലി ആംപിയർ ലോഡ് വരുമ്പോൾ തന്നെ മീറ്റർ വർക്ക് ചെയ്യും. അതാണ് TOD മീറ്ററിന്റെ പ്രത്യേകത. മറ്റൊന്ന് ഡിസ്പ്ലേ സെഗ്മെന്റ്സുകളാണ്. 6 ഡിജിറ്റ് അല്ലെങ്കിൽ 8 ഡിജിറ്റ് നമുക്ക് ഡിസ്പ്ലേ ലഭ്യമാണ്. ഇതിന്റെ RTC ഞാൻ നേരത്തെ പറഞ്ഞു, റിയൽ ടൈം കൗണ്ടർ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. മീറ്ററിൽ എനർജി റെക്കോർഡ് ചെയ്യപ്പെടുന്നതും കഴിഞ്ഞ കാലത്തെ റീഡിങ്ങുകൾ മെമ്മറിയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നതും RTCയെ ബേസ് ചെയ്തുകൊണ്ടാണ്, റിയൽ ടൈം കൗണ്ടർ. അതുകൊണ്ട് തന്നെ ഒരു TOD മീറ്റർ നാം ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് RTC കറക്റ്റ് ആണോ എന്നുള്ളതാണ്. റിയൽ ടൈം കൗണ്ടർ, ടൈം, അതിന്റെ ഡേറ്റ്, മന്ത്, ഇതെല്ലാം കറക്റ്റ് ആണ്, ആസ് പെർ IST പ്രകാരം ആണ് എന്നുള്ളത് നാം വെരിഫൈ ചെയ്യേണ്ടതാണ്. അതാണ് RTCയെ സംബന്ധിച്ച് പറയാനുള്ളത്. ഡിസ്പ്ലേയിൽ പല ടാമ്പറിംഗ് പാരാമീറ്റേഴ്സിന്റെയും സിംബൽസ് നമുക്ക് കാണാം. ഉദാഹരണത്തിന് ഒരു യു ഷേപ്പ് ഒരു മാഗ്നറ്റ് കാണാം. അത് മാഗ്നറ്റിക് ടാമ്പറാണ്. ഏതെങ്കിലും ഒരു തരത്തിലുള്ള മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് മീറ്ററിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ TOD മീറ്റർ 0.2 ടെസ്ല വരെയുള്ള മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് മീറ്ററിനെ ബാധിക്കുകയില്ല. 0.2 ടെസ്ലയിൽ കൂടുതലുള്ള ഒരു മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് ആണെങ്കിൽ മാത്രമേ മീറ്ററിനെ ബാധിക്കുകയുള്ളൂ. ചിലപ്പോൾ നമ്മുടെ ഈ മീറ്ററിന്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു അബ്നോർമൽ മാഗ്നറ്റ് ടാമ്പർ ചിലപ്പോൾ നമ്മുടെ മീറ്റർ കാണിക്കാം. മാഗ്നറ്റ് ടാമ്പർ വരുമ്പോൾ മീറ്റർ റേറ്റഡ് കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് മീറ്റർ എപ്പോഴും ഓവർ റീഡിംഗ് ആണ് വരിക. മാഗ്നറ്റ് ടാമ്പർ വരുമ്പോൾ മീറ്റർ ഓവർ റീഡിംഗ് വരും. അപ്പോൾ നമ്മുടെ ടാമ്പർ ഡീറ്റെയിൽസിൽ മാഗ്നറ്റിക് ടാമ്പർ എന്ന് പറയാം എന്ന് കാണാവുന്നതാണ്. അതിന്റെ ടൈം കാണാം, ഡേറ്റ് കാണാം, ഡ്യൂറേഷൻ കാണാം, ടാമ്പർ ഡ്യൂറേഷൻ കാണാം. ഇങ്ങനെ പല ഈവൻസുകളിലുള്ള ടാമ്പർ ഓൾറെഡി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ കവർ ഓപ്പൺ. നമുക്കറിയാം നമ്മുടെ TOD മീറ്റർ എന്ന് പറയുന്ന മീറ്ററിന്റെ കവർ അൾട്രാസോണിക് വെൽഡഡ് ആണ്. ഈ കവർ നമുക്ക് എളുപ്പത്തിൽ ഇളക്കിയെടുക്കാൻ പറ്റുകയില്ല. വളരെ മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ടോ കട്ടർ ഉപയോഗിച്ചോ കട്ട് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഈ ഔട്ടർ ഫേസ് കവർ. അപ്പൊ അതുകൊണ്ട് തന്നെ കവർ ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ മീറ്ററിനെ നമുക്ക് ടാമ്പർ ചെയ്യുവാൻ സാധിക്കുകയില്ല. മറ്റൊന്ന് ഇതിൽ വരുന്ന ടാമ്പറിംഗ് എന്ന് പറയുന്നത് മീറ്റർ റിവേഴ്സൽ. ഏതെങ്കിലും തരത്തിൽ മീറ്ററിന്റെ ഔട്ട് ഗോയിങ് സൈഡോ ഇൻകമിംഗ് സൈഡോ കണക്ഷൻ ടെർമിനൽ കണക്ഷൻ തിരിച്ചു കൊടുത്താൽ മീറ്ററിനെ നമുക്ക് റിവേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യിക്കാം. പക്ഷേ TOD മീറ്റർ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാലും എനർജി റെക്കോർഡിംഗ് പോസിറ്റീവ് ഡയറക്ഷനിൽ മാത്രമേ വരുള്ളൂ. ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രമേ എനർജി റെക്കോർഡ് ചെയ്യപ്പെടുകയുള്ളൂ. അതാണ് TOD മീറ്ററിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. മീറ്ററിന്റെ ഫേസിലുള്ള CTയും മീറ്ററിനകത്തുള്ള ഫേസിലുള്ള CTയും കറണ്ട് ന്യൂട്രലുള്ള CTയും സെൻസ് ചെയ്തുകൊണ്ട്
ഏതിലാണോ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ആ കറണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് എനർജി റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് TOD മീറ്ററിന്റെ പ്രത്യേകത. മറ്റൊന്ന് ന്യൂട്രൽ മിസ്സിംഗ് ആണ്. അഥവാ ന്യൂട്രൽ ഇല്ലാതെ ആയി പോയാലും മീറ്റർ ഫോർവേഡ് ഡയറക്ഷനിൽ തന്നെ ഫേസിലെ കറണ്ട് മാത്രം സെൻസ് ചെയ്തുകൊണ്ട് മീറ്റർ സാധാരണ പോലെ വർക്ക് ചെയ്യും. ന്യൂട്രൽ മിസ്സിംഗ് ടാമ്പർ ഓൾറെഡി നമുക്ക് ഒബ്സർവ് ചെയ്യാനും സാധിക്കും. മറ്റൊന്ന് വോൾട്ടേജ് മിസ്സിംഗ് ആണ്. അതായത് നമ്മുടെ സപ്ലൈ ഇല്ലാതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫേസ് ടെർമിനൽ കട്ടായി കഴിഞ്ഞാൽ വോൾട്ടേജ് മിസ്സിംഗ് ടാമ്പർ ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്യും. അതുപോലെ ഓവർ കറണ്ട്, ഓവർ വോൾട്ടേജ് ഇങ്ങനെയുള്ള ടാമ്പറുകളെല്ലാം മീറ്ററിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ്. അത്രയുമാണ് ലേറ്റസ്റ്റ് TOD മീറ്ററിന്റെ നമ്മുടെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്.